ആക്ട്രസുകളായ അംബിക, രാധ ഇവരെ അമ്മ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടതാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളും എല്ലാം കണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ബിന്നി സെബാസ്റ്റ്യൻ. ബിഗ് ബോസിൽ പോയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യനെ ആർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു ഒരു വ്യക്തിയാണ് ബിന്നി സെബാസ്റ്റ്യൻ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനി പുറത്ത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ബിഗ് ബോസിനകത്ത് ഇവർ ചെയ്തിട്ടുള്ളതോ കാണിച്ചിട്ടുള്ളതോ പറഞ്ഞിട്ടുള്ളതോ അതൊന്നും ഞാൻ സംസാരിക്കത്തില്ല. കാരണം ആ ഒരു ഷോ കഴിഞ്ഞു. അത് ഇവരെന്നല്ല, വേറെ ശൈത്യ ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, അനു ആയിക്കോട്ടെ, ആരാണെങ്കിലും ശരി, ആ ഒരു ഗെയിം കഴിഞ്ഞു, വിട്ടു. ഇനി പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറ്റിയിട്ട് ഇപ്പം നിലവിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ. അല്ലാതെ ഗെയിമും പിടിച്ചുകൊണ്ട് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബിന്നി സെബാസ്റ്റ്യൻ ഇവരെ കാണാനായിട്ട്, ഈ അംബികയുടെ മാതാവിനെ കാണാനായിട്ട് അവരെ വീട്ടിൽ പോകുന്നു. പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ചിരിച്ച് കളിച്ച്, അല്ലെങ്കിൽ ചിരിച്ച് എന്തോ കണ്ട് ചിരിച്ച് അത്രയും സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു ബിന്നിയാണ് ആ ഒരു ഓൺലൈൻ മീഡിയാസ് എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ബിന്നിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു മര്യാദയോ അല്ലെങ്കിൽ ഒരു മരണത്തിനോട്, ഒരു മരിച്ചു കിടക്കുന്ന ആളോടുള്ളൊരു റെസ്പെക്റ്റോ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ആ വീഡിയോസിൻ്റെ അടിയിലേക്ക് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ വയ്ക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കണ്ടല്ലോ, പുള്ളിക്കാരിക്ക് ചിരി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പുള്ളിക്കാരി മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് അപ്പുറം നിൽക്കുന്ന സാജൻ പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരന് എന്തോ കേൾക്കുന്നില്ല, വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്ന പോലെയൊക്കെ ചോദിക്കുന്നു. അത്രയ്ക്ക് ചിരി സഹിക്കാൻ വയ്യാതെയാണ് ബിന്നി അവിടെ നിൽക്കുന്നത്. ഒരു മരണ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന വേല നോക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മളാരെങ്കിലും ആണ്, ഈ ബിന്നിയുടെ ആരെങ്കിലും ആണ് അവിടെ മരിച്ചു കിടക്കുന്നെങ്കിൽ ബിന്നി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയോ, തമാശകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ തമാശകൾ കേട്ടിട്ടോ പൊട്ടിച്ചിരിക്കുകയോ? എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ വാച്ച് ചെയ്യാനെ കൊണ്ട് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഇവരൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരെയൊക്കെ നമ്മളിപ്പം ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ ചില കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ, റിയൽ ക്യാരക്ടറുകൾ നമ്മളിപ്പം ടി വിയിലൂടെ കണ്ട് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ റിയൽ ലൈഫിൽ അവരുടെ സ്വഭാവങ്ങളൊക്കെ ഭയങ്കര മോശമായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഓൺലൈൻ മീഡിയാസിനെ കൊണ്ട് അങ്ങനെയും കുറേ ഉപകാരമുണ്ട്, ദോഷമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ബിന്നി പൊട്ടിച്ചിരിച്ച് തമാശ എന്തോ ആരോ തമാശ കാണിച്ചതുപോലെ, ആരോ തമാശ പറഞ്ഞതുപോലെ പൊട്ടിച്ചിരിച്ചു പോകുന്നൊരു ബിന്നിയാണ് കാണുന്നത്. ഒരു മരണ വീട്ടിൽ വന്നിട്ട് അങ്ങനെ കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും, ഇനി ആരൊക്കെയാണെങ്കിലും നമ്മളെ ബന്ധവും സ്വന്തവും ഒന്നും അല്ലെങ്കിൽ തന്നെ നമ്മളൊരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം ഒരാൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് തമാശ കണ്ട് പൊട്ടിച്ചിരിക്കാനോ, ഓർത്തിങ്ങനെ ചിരിക്കാനോ, കളിച്ചിരി കാണിക്കാനോ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇത് വിവരം കെട്ട കുറേ ആൾക്കാർ മിക്കുള്ള മരണ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റികളെ വീട്ടിലൊക്കെ ഒരു മരണം സംഭവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കൈ കൊടുത്ത് സന്തോഷത്തോടെ ഹഗ് ചെയ്തിട്ടൊക്കെ പോകുന്നതാണ് അല്ലേ? കളിച്ചിരി തമാശകളൊക്കെ പറയുന്ന കാണാം. നേരെ മറിച്ച് മമ്മൂട്ടിയുടെ ഉമ്മ മരിച്ച സമയത്ത് ഒറ്റ ഓൺലൈൻ മീഡിയാസിനെയും ഒരാൾക്കാരെയും അതിനകത്ത് കയറ്റിയതേ ഇല്ല. അതുകൊണ്ട് ഒന്നും അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ഒന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം അല്ലേ? അങ്ങനെ വേണം. കാരണം പുറത്തുനിന്നുള്ള ഈ ഓൺലൈൻ മീഡിയാസിനൊന്നും കയറ്റി പറഞ്ഞിട്ടുള്ള കോമാളി. ഇപ്പോൾ ഇവർ ഈ ക്യാമറയൊന്നും തൂക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിനെ കണ്ടിട്ടായിരിക്കാം പിന്നെ അവിടെ ചിരിച്ചെന്ന് തോന്നുന്നു. ഓൺലൈൻ മീഡിയാസ് ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്ഥലങ്ങളിൽ ഓൺലൈൻ മീഡിയാസ് കുറേ ഇവർ സെലിബ്രിറ്റികളെ കാണിക്കാൻ വേണ്ടി മാത്രം കയറിപ്പോയി വീഡിയോസ് എടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഈ പ്രത്യേകിച്ച് മരണ വീടുകൾ. ഇപ്പോൾ ഡയറക്ടർ സിദ്ദീഖിൻ്റെ മരണ വീട്ടിൽ
ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഫോട്ടോ എടുക്കാനും കുറേ ആൾക്കാർ വരുന്നു. മരണ വീട്ടിൽ സെലിബ്രിറ്റികളെ കാണുമ്പോഴത്തേക്ക് എല്ലാം മറന്നിട്ട് മരിച്ചു കിടക്കുന്ന ആൾക്കാരെ ഇനി ബന്ധുക്കളോ സ്വന്തക്കാരോ ഇനി അതുപോലും നോക്കാതെ സെലിബ്രിറ്റികളെ കാണുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ടീമുകളുണ്ട്. ആക്ടർ സിദ്ദീഖിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളെ ഇതുപോലെ ജയസൂര്യ അവൈഡ് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അത് വിഷയമാവുകയും ചെയ്തു. അത്യാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് അതൊക്കെ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ മറ്റുള്ള ആൾക്കാരെ കൂടെ നിന്നിട്ട് ഫോട്ടോ സെൽഫി ചോദിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് ഇത് മാനസികമായിട്ടുള്ളൊരു മാനസിക രോഗിയാണ് പുള്ളി എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയാണ് കയറി ചെന്ന് ഫോട്ടോ എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മരണവീട് സെലിബ്രിറ്റികളെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, സെലിബ്രിറ്റികൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് മറ്റുള്ള സെലിബ്രിറ്റികളുടെ കൂടെ, ആക്ടറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രം പോകുന്ന ഒരു ടീമാണ് അയാൾ. അപ്പോൾ ഇപ്പോൾ ഈ അംബികയുടെ അമ്മ മരിച്ചല്ലോ. അപ്പോൾ അവരെ വീട്ടിൽ വേറൊരു കാഴ്ചയും കൂടെ ഞാൻ കണ്ടു. ഇതുപോലൊരു വട്ട് കേസ്. എനിക്കറിയത്തില്ല അതാരാന്ന്. ആ ഒരു വീഡിയോ കൂടെ ഇവിടെ ഞാൻ വയ്ക്കാം. അംബികയുടെ കൂടെ നിന്നിട്ട് സെൽഫി എടുക്കാൻ ആക്രാന്തം പിടിക്കുന്ന ഒരു ടീമിനെയും കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാണ് മനുഷ്യരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എന്തുവാടി ഇതൊക്കെ? കുറച്ചെങ്കിലും ഒരു തലയ്ക്കകത്ത് വല്ലതും വിവരവും ആളുതാമസവും വേണ്ടേ? സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോഴാണ് സെൽഫി എടുക്കാനെ കൊണ്ട് അത്രയും വെപ്രാളം കാണിക്കുന്ന ഒരുത്തൻ അവിടെ വന്നിട്ട് സെൽഫി എടുക്കാനെ കൊണ്ട് മോളെ മുമ്പിൽ ക്യാമറ നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മനുഷ്യന്മാർക്ക് സത്യം പറഞ്ഞാൽ വിവരവും ഇല്ല, ബുദ്ധിയില്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അല്ലേ? ഇവിടെ ബിന്നി കാണിച്ചത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി എന്തോ ആയിക്കോട്ടെ, നമ്മളെ മനസ്സിൽ ഇനി സന്തോഷമാണോ സങ്കടം എന്താണേലും ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അതും കൂടെ നമ്മൾ ഒന്ന് പാലിക്കണം. ഇപ്പം ഇങ്ങനെയുള്ള, എനിക്കൊന്ന് ഈ സെലിബ്രിറ്റികളൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചറിയിച്ച് വരുന്നവരല്ല, അറിഞ്ഞു പോകുന്നവരുമുണ്ട് അല്ലേ? വിളിച്ച് കുറച്ച് ആൾക്കാരടുത്ത് പറയുമായിരിക്കും, പിന്നെ അറിഞ്ഞു പോകുന്നവരുമുണ്ട്. താല്പര്യമില്ലെങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് പോകുന്നത്? അവിടെ ചെന്നിട്ട് ഇതുപോലെ മരിച്ചു കിടക്കുന്ന ആളെ നോക്കി കളിയാക്കിച്ചിരിക്കാനും തമാശ കാണിക്കാനും ഇതിനൊക്കെയാണെങ്കിൽ എന്തിനാണ് പോകുന്നത്? വെറുതെ സമയം മെനക്കെടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതൊരു കണ്ടൻ്റാക്കി ചെയ്യുന്നത് തന്നെ, അത് വേറെ കാര്യം. എന്തായാലും ആളുകൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വായിക്കാം. ആൾ ഇട്ടേക്കുന്ന കുറച്ച് കമൻറ്റും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. അപ്പം രാജിമോൾ KR പുള്ളിക്കാരി ഇട്ടേക്കുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്കൊരു മര്യാദയില്ല, ഒരാൾ മരിച്ച ചടങ്ങ് നടക്കുമ്പോൾ ഇളിച്ചുകൊണ്ട് നടക്കുന്നു. കണ്ടോ? അടുത്ത കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IBTID എന്ന് പറഞ്ഞൊരു ID എന്ന് ഇട്ടേക്കുന്നത്, കോമഡി സീൻ കണ്ടിറങ്ങിയ പോലെ ചിരിക്കുന്നു, എങ്ങനെ തോന്നുന്നെന്ന്. അടുത്ത കമൻറ്റ് മധു അജിത്ത് എന്ന് പറഞ്ഞൊരു ID എന്ന്, വെരിഫൈഡ് ID കേട്ടോ. എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളൊരു ID ആണെന്ന് തോന്നുന്നു. മരണ വീട്ടിൽ വന്ന് ചിരിക്കുന്നു, കൊള്ളാം. അങ്ങനെ ഇതുപോലെ ഒരുപാട് ആൾക്കാരാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഏറിപ്പോവാനെ കൊണ്ട് ചോദിച്ച് മേടിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അടുത്ത ശ്രുതി ശ്രീ എന്ന് പറഞ്ഞ ID ഇട്ടേക്കുന്നത്, ചിരി സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, മരണ വീട്ടിലല്ലേ വന്നത്, കഷ്ടം. ഷഹീൻ എന്ന് പറഞ്ഞ ID ഇട്ടേക്കുന്നത്, എന്ത് കണ്ടിട്ടാണാവോ ആ മരിച്ച വീട്ടിൽ ഇങ്ങനെ ചിരിച്ച് നടക്കുന്നത് ഇവൾ. രേഷ്മ എന്ന് പറഞ്ഞ ID ഇട്ടേക്കുന്ന, അതൊരു മരണ വീടല്ലേ, അല്ലാതെ കോമഡി സീനൊന്നും എന്തോ അങ്ങനെ ഉണ്ടെന്ന് ഇടിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു വീഡിയോയുടെ അടിയിൽ പ്രതികരിച്ചിരിക്കുന്നത്, ഇങ്ങനെ കമൻ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്കും തോന്നിയില്ല. ഈ പറഞ്ഞിട്ടുള്ളത്, ഒരു മരണ വീട്ടിൽ വന്നിട്ട് ഇളിച്ചിരിക്കാനും തമാശ കളിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. കാരണം നമ്മൾ ചിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളാരെങ്കിലുമാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നെങ്കിൽ നമുക്ക് തോന്നുമോ ഇങ്ങനെ നിൽക്കാനെ കൊണ്ട്? ഒരിക്കലും പറ്റത്തില്ല. ഇങ്ങനെ തമാശ പറയാനും കോമഡി പറയാനും ചിരിക്കാനും. ഈ വേറൊരു ID, ഈ പെണ്ണിൻ്റെ ഒരു പ്രോഗ്രാം പോലും ഇനി ആരും കാണരുത്, അപ്പോൾ തീരും ഇവളുടെ ഇളക്കം. ഒരു സീരിയലിൽ അഭിനയിച്ച് ഫേമസ് ആയപ്പോൾ എന്തോ വലിയ ആളാണെന്ന് അവളുടെ വിചാരം. ഇവളുടെ ബന്ധുക്കളുടെ മരണ വീട്ടിലും ഇവൾ ഇങ്ങനെ ആവും കാണിക്കുന്നത്, വകതിരിവില്ലാത്ത പെണ്ണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കമൻറ്റുകളുണ്ട് കേട്ടോ, എല്ലാമൊന്നും ഞാൻ വായിക്കുന്നില്ല. അപ്പം എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.